ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ എല്ലായിടത്തും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. നേതാക്കളുടെ വാക്കും കേട്ട് DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചു. പോലീസിന് നേരെ മുളകുപൊടി പ്രയോഗവും ഗോലിയറും നടത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന തീരുമാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ അപേക്ഷ നൽകും. പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിനായിരുന്നു സംഘർഷത്തിൽ കലാശിച്ചത്. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടന പ്രസംഗത്തിൽ ശേഷം പോലീസ് ബാരിക്കേഡ് തകർക്കാൻ KSU പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. എന്നാൽ പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് രണ്ടാമതും ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. ശക്തമായ ജലപീരങ്കി പ്രയോഗത്തിൽ KSU വനിതാ പ്രവർത്തകർ അടക്കം നിലത്ത് വീണ് പരിക്കേറ്റിരുന്നു. മുട്ടത്തോടിനകത്ത് മുളകുപൊടി നിറച്ച് പോലീസിന് നേരെ പ്രയോഗിച്ചെന്നാണ് കരുതുന്നത്. അവശിഷ്ടങ്ങൾ റോഡിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. ബോധപൂർവം സംഘർഷം ഉണ്ടാക്കാൻ KSU ശ്രമിച്ചതായിരുന്നു പോലീസിന്റെ ആരോപണം. ഭാരമുള്ള ഗോലികളും പ്രദേശത്ത് നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. തങ്ങളെ ആക്രമിക്കാൻ KSU പ്രവർത്തകർ കരുതിയതാണ് ഇതെന്ന് അന്ന് തന്നെ പോലീസ് ആരോപിച്ചിരുന്നു. അതേസമയം ആറന്മുള പോലീസ് സ്റ്റേഷനുള്ളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദ്രചൂഡൻ അടക്കം 10 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. കോളേജ് വിദ്യാർത്ഥിനിയെ ആക്രമിച്ച SFI നേതാവിനെതിരെ കേസ് എടുക്കില്ലെന്ന് ആരോപിച്ചായിരുന്നു സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ വിദ്യാർത്ഥിനിയുടെ പരാതിയിലും ഒടുവിൽ പോലീസ് കേസെടുത്തു. SFI പ്രവർത്തകരെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്കെതിരെയും ആറന്മുള പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സ തേടിയ വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ 3 ദിവസത്തിനു ശേഷം കേസെടുത്ത് പോലീസ് SFIയുടെ പരാതി കിട്ടിയ ഉടൻ തന്നെ കേസെടുത്തു. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കേസെടുക്കാതെ SFIയെ സഹായിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.